ഹലോ എവരി വൺ, കേൾക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, നമ്മള് എത്നിസിറ്റി, റേസിസം എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ റേസിസം എന്നൊക്കെ പറയുന്ന വംശമാണെന്നും അതുപോലെ തന്നെ എത്നിസിറ്റി എന്നൊക്കെ പറയുന്ന വംശീയത എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി there are three concepts of ethnicity: biological and cultural and psychological. അപ്പൊ മൂന്ന് തരത്തിലുള്ള കോൺസെപ്ഷൻസ് ഉണ്ട് എത്നിസിറ്റിക്ക് എന്നാണ് പറയാ. അപ്പൊ ആ മൂന്ന് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് എക്സാമിന് ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ബയോളജിക്കൽ ആൻഡ് കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ. എ ബയോളജിക്കൽ കോൺസെപ്ഷൻ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ എ കോമൺ ജനറ്റിക് ഡിസെന്റ് treats ethnicity as a synonym with race. Biological factors have been considered in many earlier works to be the elements consisting ethnicity, and focus was laid on the origins and race and racism in relation to colonialism. This approach ignores the cultural aspects of ethnicity. ഓക്കെ, അപ്പൊ നമ്മള് പറയുന്നത് എന്താണ്? എത്നിസിറ്റിക്ക് മൂന്ന് തരത്തിലുള്ള അല്ലെങ്കിൽ കോൺസെപ്ഷൻസ് ഉണ്ടെന്നാണ് പറയാ. ഒന്നെന്ന് പറയുന്നത് ബയോളജിക്കൽ ആണ്, രണ്ടെന്ന് പറയുന്നത് കൾച്ചറൽ ആണ്, മൂന്നെന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ആണ്. ഓക്കെ, ബയോളജിക്കൽ എന്ന് പറയുന്നത് നമുക്കറിയാം ജീവശാസ്ത്രപരമായ ഘടകങ്ങളാണ്. അപ്പം നമ്മുടെ എത്നിസിറ്റിനെ ഉത്തേജിപ്പിക്കുന്നത് അല്ലെങ്കിൽ എത്നിസിറ്റിനെ നമുക്ക് ബയോളജിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഒന്നെങ്കിൽ തരംതിരിക്കാം, അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ട് തരംതിരിക്കാം. The cultural conception of ethnicity treats it as a cultural phenomenon. It does not consider the just sharing of physical traits as a significant condition of identifying an ethnic group. The symbolic differences among groups are the basis of ethnicity, with the values, customs, historical background, lifestyle, territory, and most importantly language and religion as the important symbols of ethnicity. അപ്പോൾ കൾച്ചറൽ കോൺസെപ്ഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അത് എന്താണ്? സംസ്കാരത്തെ മാത്രം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ടെറിട്ടറിയും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഈ ഒരു കൾച്ചറൽ എത്നിസിറ്റിയിൽ നമ്മൾ കൂടുതലായിട്ട് നോക്കാറുണ്ട്. ഇനി സൈക്കോളജിക്കൽ കോൺസെപ്ഷൻ ഓഫ് എത്നിസിറ്റി ഡിഫൈൻസ് in terms of the consciousness of a common identity. It emphasizes on the awareness among the members of a group regarding their similarity to each other and differences from other groups as an ethnic identity. It does not consider both common descent and cultural disadvantages individually, that together as though to continue ethnicity. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്സ് എന്താണ്? നമ്മുടെ മനഃശാസ്ത്രപരമായ രീതികളെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈക്കോളജിക്കൽ രീതികള് നമ്മുടെ അതേ ആ ഒരു വ്യക്തികളുടെ മനഃശാസ്ത്രപരമായ രീതികളെ മാത്രം ഒന്നിച്ചു കാണുന്ന ഒരു ഘടകം കൂടിയാണ്. പിന്നീട് എത്നിക് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് നോക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു പോൾ ബാസ്, there are three ways of define ethnic groups. മൂന്ന് രീതിയിലാണ് എത്നിക് ഗ്രൂപ്പിനെ അവര് അദ്ദേഹം പോൾ എന്ന് പറയുന്ന വ്യക്തി തരംതിരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് in terms of objective attributes. അപ്പോൾ ഒബ്ജക്റ്റീവ് ആട്രിബ്യൂട്ട്സിന്റെ അടിസ്ഥാനത്തിൽ എത്നിക് ഗ്രൂപ്പ്സിനെ തരംതിരിക്കാം. അതുപോലെ തന്നെ ബൈ റെഫറൻസ് ഓഫ് സബ്ജക്റ്റീവ് ഫീലിംഗ്സിന്റെ അടിസ്ഥാനത്തിൽ എത്നിക് ഗ്രൂപ്പിനെ നമുക്ക് തരംതിരിക്കാൻ സാധിക്കും. നെക്സ്റ്റ്, ഇൻ റിലേഷൻ ടു ബിഹേവിയർ. എന്താണ്? നമ്മുടെ ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതുപോലെ തന്നെ റിലേഷന്റെ ബിഹേവിയറിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്നിക് ഗ്രൂപ്പിനെ തരംതിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്നിക് സ്ട്രാറ്റിഫിക്കേഷൻ, അതും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന തരംതിരിക്കലാണ്. അപ്പോൾ എത്നിക് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് is a system of stratification wherein some relatively fixed group membership it utilized as a major creation for assigning social positions with their attendant differential rewards. Ethnic stratification is now replacing class as the foremost from of social division. Ethnic stratification shares a lot of things with the other forms of stratification like inequality, ranking, discrimination, and exploitation. Ethnic groups have the capability to acquire an independent nation. അപ്പോൾ എത്നിക് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എത്നിക് ഗ്രൂപ്പ്സിനെ നമ്മൾ പല രീതിയിൽ തരംതിരിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വംശീയ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ഹിന്ദു വംശീയ ഗ്രൂപ്പുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ മുസ്ലിം വംശീയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. ഈ വംശീയ ഗ്രൂപ്പുകൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനും അതുപോലെ തന്നെ ഒരു രാഷ്ട്രം രൂപീകരിക്കാനുള്ള ശക്തമായിട്ടുള്ള അത്രയും ശക്തിയുള്ള ചില ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്.
അപ്പൊ അതാണ് പറയാ എത്നിക് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വംശീയമായിട്ടുള്ള തരംതിരിവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചോദ്യമോൾ എന്ന് മ്യൂട്ട് ചെയ്തിട്ടോളാം. നമുക്ക് ക്ലാസ് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ക്ലാസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മള് നമ്മൾ പറഞ്ഞ എത്നിസിറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ റേഷ്യൽ ഗ്രൂപ്പ്സിനെ കുറിച്ചൊക്കെയാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ നാഷണാലിറ്റിനെ രൂപപ്പെടുന്നതിൽ എത്നിക് ഗ്രൂപ്പുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വംശീയ ഗ്രൂപ്പുകൾ പല നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നോക്കുകയാണെങ്കിൽ പോലും അവിടെ വംശീയ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട് അല്ലെ. പല പാർട്ടികളും അതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ മതത്തിന്റെ പേരിലാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും വംശത്തിൽപ്പെട്ട ആളുകളുടെ പേരിലായിരിക്കാം രൂപപ്പെട്ടിട്ടുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. അപ്പൊ ആ പാർട്ടികൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കാറുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. പിന്നെ ഇതിൽ നിന്ന് വന്നു കണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് റേസിസം എന്താണെന്ന് ചോദിക്കാറുണ്ട്. റേസിസം എന്ന് പറയുന്നത് റേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വംശം തന്നെയാണ്. ബട്ട് ഡിഫൈൻ ആൻഡ് ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് റേസ്, റേസിസം അതൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം അതും കൂടാതെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ എത്നിക് ഗ്രൂപ്പ്സിനെ കുറിച്ച് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. എത്നിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വംശീയ ഗ്രൂപ്പുകളാണ്. അപ്പൊ അത് നമ്മുടെ രാഷ്ട്രീയത്തെയും അതുപോലെ തന്നെ പല മേഖലകളിലും അത് സ്വാധീനം ചെലുത്താറുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഹിന്ദു വംശീയതയുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം വംശീയതയുണ്ട്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ ഗുണമായിട്ടും ദോഷകരമായിട്ടും ഒക്കെ ബാധിക്കുന്ന ചില ഘടകങ്ങളാണ്. റേസിസും അതുപോലെ തന്നെ എത്നിസിറ്റി ഒക്കെ നമ്മുടെ രാജ്യത്തെ ദോഷകരമായിട്ടും ഗുണകരമായിട്ടും ബാധിക്കാറുണ്ട്. അപ്പൊ വലിയ തോതിലുള്ള റേസിസം അല്ലെങ്കിൽ ചില വംശീയ കലാപങ്ങൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ മോശമായിട്ട് ബാധിക്കുന്നതാണ് അല്ലെ. ചിലപ്പോൾ ഹിന്ദു മുസ്ലിം കലാപങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെയുള്ള ജാതികളുടെ പേരിലുള്ള കലാപങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ അത്തരത്തിലുള്ള റേസിസം അല്ലെങ്കിൽ എത്നിസിറ്റി ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ മോശമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഘടകം ഓർക്ക്. അത് കൂടാതെ തന്നെ ഈ വംശീയത അല്ലെങ്കിൽ ഈ ഒരു വംശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചില കൂട്ടായ്മകൾ അതിന്റെ പേരിലുള്ള ചില സഹായ പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഗുണകരമായിട്ട് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ മുസ്ലിം സംഘടനകൾ, അതുപോലെ തന്നെ ഹിന്ദു സംഘടനകൾ, ക്രിസ്ത്യൻ സംഘടനകൾ, ഇതെല്ലാം ഒരുപാട് നല്ല പ്രവർത്തനങ്ങളൊക്കെ ആ റേസിസത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ വംശത്തിൽപ്പെട്ട ആളുകൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ റൂഡായിട്ട് അല്ലെങ്കിൽ വളരെ കലാപങ്ങൾ നയിക്കുന്ന ആളുകളുടെ മനസ്ഥിതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു റേസിസം നടത്തുന്ന അല്ലെങ്കിൽ വംശീയ ഗ്രൂപ്പുകൾ നടത്തുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തെ നല്ല രീതിയിൽ മാത്രമേ ബാധിക്കാറുള്ളൂ. പക്ഷെ ഓവറായിട്ടുള്ള വംശീയത നമ്മുടെ രാജ്യത്തിന് ദോഷകരമായിട്ടേ ഭവിക്കൂ എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഓർത്തിരിക്കുക. അല്ലെ, മുസ്ലിം കലാപങ്ങളെ കുറിച്ചൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ പലയിടങ്ങളിലും ഈ വംശീയ അധിക്ഷേപങ്ങളും കലാപങ്ങളും ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളൊക്കെ ഇത്തരത്തിൽ വംശീയതയുടെ അടിസ്ഥാനത്തിലുള്ള ചൂഷണങ്ങളും അതുപോലെ തന്നെ ഇനിക്വാളിറ്റീസ് ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതൊന്ന് ജസ്റ്റ് നോക്കുക. ഇനി നമുക്ക് കാണാനുള്ളത് നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. ജെൻഡർ ഇക്വാളിറ്റിനെ കുറിച്ചാണ് കേട്ടോ നമുക്ക് പറയാനുള്ളത്. ജെൻഡർ ഇക്വാളിറ്റി, ജെൻഡർ ഇനിക്വാളിറ്റീസ് അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പം ജെൻഡർ ഇനിക്വാളിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ലിംഗ അസമത്വങ്ങളാണ് അല്ലെ. നമുക്കറിയാം, നമ്മൾ ജനിച്ചു വളർന്ന ആ സാഹചര്യം ഒന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചില വീടുകളിൽ മാത്രത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ കോമണൈസ് ആയിട്ട് ചെയ്ത് പറയുന്നതല്ല, എല്ലാരും ഞാൻ പൊതുവായിട്ട് പറയുന്നതല്ല. എങ്കിൽ പോലും ചില വീടുകളിലൊക്കെ ചില സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൺകുട്ടികളായതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല, പെൺകുട്ടികൾക്ക് രാത്രിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, അതുപോലെ തന്നെ പെൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ, ഉറക്കെ സംസാരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ആൺകുട്ടികൾ കരയാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചെറുപ്പം മുതലേ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പൊ ഇതൊക്കെ ജെൻഡർ ഇനീക്വാളിറ്റീസിന് കാരണമാകുന്ന ചില നമ്മുടെ സമൂഹം തന്നെ വരുത്തി വെക്കുന്ന ചില ജെൻഡർ ഇനീക്വാളിറ്റീസ് ആണ്. കാരണം പെൺകുട്ടികളും ആൺകുട്ടികളെയും ശരീരമായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അതുമൂലം ശാരീരികമായിട്ടുള്ള അവരുടെ വ്യത്യാസങ്ങൾ അവരുടെ തൊഴിലവസരങ്ങളെയോ അവരുടെ വിദ്യാഭ്യാസത്തെയോ ഒക്കെ ബാധിക്കുന്നത് നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ പരമ്പരാഗതമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെ പഠിക്കാൻ അയക്കാതെ അവരെ വീട്ടുജോലികൾ മാത്രം പഠിപ്പിച്ച് ആൺകുട്ടികളെ പഠിക്കാൻ അയച്ച് അവർക്ക് ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു പ്രവണത പണ്ട് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. കാരണം പെൺകുട്ടികളെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടതാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിനൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ചിലവേറിയതായിരുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് പകരം ആ ഒരു പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് കല്യാണം കഴിക്കുമ്പോൾ അത് സ്ത്രീധനമായിട്ട് കൊടുത്താൽ മതി, അല്ലാതെ വീട്ടുജോലിയൊക്കെ ചെയ്യാൻ വേണം അവളെ പഠിപ്പിക്കാൻ എന്നുള്ള രീതിയായിരുന്നു നമ്മുടെ പണ്ട് കാലത്ത് ഇന്ത്യൻ
ഇന്ത്യയിലെ ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നിന്നൊക്കെ ഇപ്പൊ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഒരുപോലെ പഠിക്കാനും അതുപോലെ തന്നെ ജോലി നേടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും ഒരുപാട് ഇനിക്വാളിറ്റീസും അതുപോലെ തന്നെ ചൂഷണങ്ങളും സ്ത്രീകൾക്ക് എല്ലാ ഭാഗങ്ങളിലും അനുഭവിക്കേണ്ടി വരാറുണ്ട്. നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ കണ്ടു അല്ലെ, സിനിമാ മേഖലകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പൊ ആ രീതിയിൽ എല്ലാ മേഖലകളിലും സ്ത്രീകൾ ഇനിക്വാളിറ്റീസ് അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ തെളിവാണത്. അതുപോലെ തന്നെയാണ് പല മേഖലകൾ ഇപ്പം നമ്മൾ പ്രോഗ്രസ്ഡ് ആയി അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പല സ്ഥലങ്ങളിലും ചില വീടുകളിലെങ്കിലും പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ഇനിക്വാളിറ്റീസ് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു 9ാം ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബോഡി ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ സോഷ്യൽ കൺട്രോൾ. അപ്പൊ ബോഡി എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് കണക്കാക്കുന്നതാണെങ്കിൽ അതൊരു സോഷ്യൽ കൺട്രോളിനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ബോഡീനെ കണക്കാക്കുന്നത്. ബോഡി എന്ന് പറയുമ്പോൾ എന്താണ്? ശരീരമാണ് അല്ലെ. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ശരീരം തമ്മിൽ ജൈവശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ നമുക്കറിയാം. സ്ത്രീകളുടെ ശരീരത്തിന് അതിൻ്റെതായ പ്രത്യേകതകളും പുരുഷന്മാരുടെ ശരീരത്തിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. പക്ഷെ അതുകൊണ്ട് സ്ത്രീകൾ ദുർബലരാണ് അതുപോലെ തന്നെ പുരുഷന്മാർ ശക്തരാണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അത് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് അതിന് കഴമ്പുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഏകദേശം ഒരേ രീതിയിലാവും അല്ലെ. ബുദ്ധിപരമായി നോക്കുകയാണെങ്കിൽ പോലും സ്ത്രീകളും പുരുഷന്മാരും തുല്യത തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ ശാരീരികമായും മാനസികമായും അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടും സ്ത്രീകൾക്കുള്ള തുല്യത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തമ്മിലുള്ള ഒരു തുല്യത നമ്മൾ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് പ്രധാനപ്പെട്ടതാണെന്ന് കൂടെ ഓർത്തിരിക്കാം. പിന്നെ കോൺസെപ്റ്റ് ഓഫ് ബോഡി എന്താണ്? നമ്മുടെ ശരീരത്തെ കുറിച്ചുള്ള ഒരു ആശയം എന്ന് പറയുന്നത് our body is everything for us to interact with others. It is a medium of culture. We take care of it and maintain it. For we eat, dress and adorn our body. The body also help us communicate with others. The body is also a locus of social control. We are not what we want to be, but are made through culture. നമ്മുടെ ശരീരം നമ്മളെ മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്താനും ഒക്കെ നമ്മളെ സഹായിക്കുന്നു. നമുക്ക് ആത്മാവ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ആശയവിനിമയത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ കാണാനൊന്നും സാധിക്കില്ല അല്ലെ. അതിനൊരു ശരീരം ആവശ്യമാണ്. അപ്പോൾ ആ ശരീരത്തിനെ അടിസ്ഥാനപ്പെടുത്തി സോഷ്യൽ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ആൺകുട്ടി പെൺകുട്ടി എന്ന് തിരിച്ച് ഇനിക്വാളിറ്റീസ് നമ്മുടെ ഇടയിൽ ഉണ്ടാക്കുന്നതും അത് അത്ര നല്ല കാര്യമല്ലെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെക്കുറിച്ച് തന്നെയാണ് കേട്ടോ പറയുന്നത്. കോൺസെപ്റ്റ് ഓഫ് ബോഡി പറഞ്ഞു. നമുക്ക് ആശയവിനിമയത്തിനൊക്കെ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കാണാനും അവരുടെ ആശയവിനിമയങ്ങൾ നടത്താനും ഒക്കെ ബോഡി നമുക്ക് ആവശ്യമാണ്. പക്ഷേ ബോഡി എന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഘടകമായിട്ട് മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബോഡി എന്ന് പറയുന്നത് വുമൻസ് ബോഡി ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് വിച്ച് ജെൻഡർ ഇൻഇക്വാലിറ്റീസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഹാസ് ബീൻ ബിൽഡ്. Understanding the woman body is different context, setting and situations as important. Anthropologists and sociologists have comment on the marked nature of woman's body in terms of caste, religious beliefs, social norms and practices. Caste and class factors have controlled the female sexuality. A woman's body and sexuality are under the controlling preview of man. അപ്പോൾ ഈ സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബോഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സാമൂഹികമായിട്ട് ബോഡിയെ കുറിച്ചുള്ള മനസ്സിലാക്കൽ എങ്ങനെയാണെന്ന് പറയുന്നതും നമ്മുടെ സ്ത്രീകളുടെ ശരീരം എന്ന് പറയുന്നത് വളരെയധികം ആൺകുട്ടികളിൽ നിന്ന് ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു ശരീരത്തിനെ അവര് ആൺകുട്ടികൾക്ക് നിയന്ത്രിക്കാനുള്ള ഒരു ഘടകമായിട്ട് മാത്രമേ പുരാണ കാലം മുതലേ കണ്ടുവന്നിട്ടുള്ളൂ. അല്ലാതെ സ്ത്രീകൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണെന്നും അവർക്ക് സാമ്പത്തികവും സാമൂഹികവും എല്ലാ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം അവർക്ക് വേണമെന്നുള്ള കാര്യം കൂടെ പുരാതന കാലം മുതലേ ആളുകൾ അവഗണിച്ചു വന്നിരുന്ന ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ആന്ത്രപ്പോളജിസ്റ്റും സോഷ്യോളജിസ്റ്റും പറയുന്നത് സ്ത്രീകളുടെ ബോഡി എന്ന് പറയുന്നത് ദുർബലമല്ല, അവര് ശക്തരാണ് എന്നുള്ള കാര്യങ്ങൾ ആന്ത്രപ്പോളജിസ്റ്റും സോഷ്യോളജിസ്റ്റുകളും മുന്നിൽ പറയുന്നുവെങ്കിലും എന്താണ് പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യക്കാർ അതിനെ അംഗീകരിച്ചിരുന്നില്ല. Okay, a woman's body and sexuality as under the controlling preview of women. എന്താണ്? പുരുഷന്റെ അടിമത്തെ അല്ലെങ്കിൽ പുരുഷന്റെ കീഴിലായിട്ട് അവളുടെ സെക്ഷുവാലിറ്റിയും അതുപോലെ തന്നെ അവരുടെ ബോഡിയും അവൾക്ക് സമർപ്പിക്കേണ്ടി വന്നിരുന്നു. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വുമൻ ഡസ് നോട്ട് ഗെറ്റ് എനി സ്പേസ് ഫോർ ദ ഇൻഡിപെൻഡന്റ് സെൽഫ് പെർസീവ്ഡ് ആർട്ടിക്കുലേഷൻ ഡെഫിനിഷൻ ഓഫ് എക്സ്പാൻഷൻ ഓഫ് ഹെർ സെക്ഷുവാലിറ്റി. അതുപോലെ തന്നെ അവളുടെ ലൈംഗികത അവൾക്ക് അതുപോലും പുരുഷനാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നു. അവൾക്ക് വിധവാ വിവാഹമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. വിധവാ വിവാഹമൊക്കെ നിരോധിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? സ്ത്രീകൾ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുന്ന ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുന്നതൊക്കെ പരമ്പരാഗത കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അത് നിരോധിക്കപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. കാരണം അവളുടെ സെക്ഷുവാലിറ്റിക്ക് പോലും ഒരു വില
കൽപ്പിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ചെറിയ പെൺകുട്ടികളെ അല്ലെങ്കിൽ വളരെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഒരുപാട് പ്രായമുള്ള ആളുകൾ വിവാഹം കഴിക്കുന്ന ഒരു സമ്പ്രദായവും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ ആ ഒരു പ്രായമായ മനുഷ്യൻ വേഗം തന്നെ മരണപ്പെടാൻ ഇടയാകും. അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി ഇപ്പൊ 10-14 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഒരു 60 വയസ്സുള്ള ആളെ വിവാഹം കഴിക്കുവാണെങ്കിൽ ഏകദേശം ഒരു 6 വയസ്സ് കഴിയുമ്പോൾ ആ പെൺകുട്ടിക്ക് ഏതാണ്ട് 20 വയസ്സാവുള്ളൂ അല്ലെ. അപ്പൊ ആ 20 വയസ്സിൽ ആ ഭർത്താവ് മരിച്ചു പോവുകയാണെങ്കിൽ ആ 20 വയസ്സിലെ ആ പെൺകുട്ടി വിധവയാവുകയാണ്. പിന്നീട് അവർക്ക് ഒരു വിവാഹം കഴിക്കാനായിട്ടുള്ള അവകാശം സമൂഹം നിഷേധിച്ചിരുന്നു. അപ്പൊ 20 വയസ്സുള്ള ഒരു പെൺകുട്ടി ജീവിതകാലം മുഴുവൻ വിധവയായിട്ട് അല്ലെങ്കിൽ ഒരാണിന്റെ സ്നേഹമോ ഒന്നും അനുഭവിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ അത് പെൺകുട്ടികളുടെ ആഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ സെക്ഷുവാലിറ്റിക്കും ഒന്നും യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാത്തതിന്റെ ഒരു എക്സാമ്പിളും കൂടിയാണത്. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേറ്റീവ് ബോഡി എന്ന് പറയുന്ന ഒരു ഘടകം കൂടിയുണ്ട്. ദ ഇന്റർനാഷണലൈസ്ഡ് ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് ദ ഫീമെയിൽ ബോഡി ബൈ women is the basic to the formation of feminine identity. We can start understanding the implications of both the social construction of lived experiences as well as women's own perceptions and articulations of their embodiment only when we view and the female body as communicative or lived body. The gender is inscribed on woman in her everyday life, both socially and through her life experiences, perception, desire, fantasies. In this sense, the gender identity is both constructed and lived. അപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് ബോഡി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആശയവിനിമയത്തിനുള്ള ഒരു ഘടകമാണ് ബോഡി എന്ന് പറയുന്നത്. ഇന്ന് പക്ഷെ നമ്മൾ എന്താണ്, നമ്മുടെ സ്ത്രീകൾ കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയി അവർക്ക് ഉണ്ടാകുന്ന സെക്ഷൽ അബ്യൂസ് ഒക്കെ അവർ തുറന്നു പറയാനും അവർ അതിനു വേണ്ടി ഒരു മാർഗം അതിന് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും നിയമത്തിന്റെ മുൻപിൽ അവരെ ആരാണോ അവർക്ക് ചൂഷണം ചെയ്തത് അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഉള്ള ഒരു ധൈര്യം പെൺകുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെ ഇപ്പൊ. പക്ഷെ പണ്ട് കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, എന്തെങ്കിലും ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ മാതാപിതാക്കൾ ആ ഒരു പെൺകുട്ടിയോട് ആരോടും ഇത് പറയരുത്, ആരോടും ഈ ഒരു കാര്യം പറയണ്ട, നിന്നെ അശുദ്ധിയുള്ള ആളായിട്ട് തന്നെ കണക്കാക്കുള്ളൂ, സമൂഹം നിന്നെ അംഗീകരിക്കില്ല, നിനക്കൊരു വിവാഹം നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ആ കുട്ടിയുടെ വായ അടപ്പിച്ചിരുന്നു. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആണ്. പക്ഷെ എങ്കിൽ പോലും പലയിടത്തും പെൺകുട്ടികളുടെ വാ മൂടി തന്നെയാണ് ഇരിക്കുന്നത്. കാരണം എല്ലായിടത്തും പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകൾ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ എല്ലാ കുടുംബങ്ങളും ഇത്തരത്തിലുള്ള എന്താണ് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഫാക്ടേഴ്സ് ലീഡിംഗ് ടു ജെൻഡർ ഐഡന്റിറ്റീസ് ഡിസ്കസ്ഡ് ബിലോ ഇൻ ദ എഫക്ട് സോഷ്യലൈസേഷൻ ഓൺ ജെൻഡർ ഐഡന്റിറ്റീസ്. അപ്പൊ സോഷ്യലൈസേഷൻ പ്രോസസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ ഫാക്ടേഴ്സ് ലീഡിംഗ് ടു ജെൻഡർ ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ജെൻഡർ ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലിംഗപരമായിട്ടുള്ള നമ്മുടെ ഐഡന്റിറ്റീസ് അതിനെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് പറയാം. അപ്പൊ സോഷ്യലൈസേഷൻ പ്രോസസ്സ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വീട്ടിലൊക്കെ കേട്ടിട്ടുണ്ടാവും ആൺകുട്ടികൾ ഉറക്കെ സംസാരിക്കണം, അവർക്ക് വേണമെങ്കിൽ പുറത്തു പോകാം, അവർ വളരെ ശക്തരാണ്, അതുപോലെ തന്നെ സ്ത്രീകളുടെ മേൽ ആധിപത്യമുള്ളവരാണ് തുടങ്ങിയ രീതിയിലുള്ള സോഷ്യലൈസേഷൻ ആയിരിക്കും വീടുകളിൽ ആൺകുട്ടികൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടികളോടാണെങ്കിൽ എന്താണ് പറയാ, നീ വീട്ടിലെ പണികൾ ചെയ്യാൻ, നിന്നെ കെട്ടിച്ച് വേറൊരു സ്ഥലത്ത് വിടാനുള്ളതാണ്, നിനക്ക് ഇത് ഒരു പണിയും ചെയ്യാൻ അറിയത്തില്ല, നീ വേഗം പഠിച്ചോ എന്നുള്ള രീതിയിലായിരിക്കും പെൺകുട്ടികളോട് ചിലപ്പോൾ അമ്മമാരൊക്കെ പറയാ. അപ്പൊ അതെന്താണ്, ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സാണ്, നമ്മളെ സാമൂഹികവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ തന്നെ വിചാരിക്കുകയാണ് ആൺകുട്ടികൾക്ക് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ, പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സ് വഴി. The process of socialization models a person into their social being and she or he finds her fulfillment within society. The individual learns to conform to the norms of the group. According to sociologists, the socialization process by which people learn what is expected of them from their parents, peers, and society are large. Teachers, man and woman, the norms of conduct for their gender. Women may have different physical experiences from man as they menstruate and give birth, but both women and men are also located differently in cultural setting and shape their experiences. Various factors such as class, ethnic, religious, and caste have a role on this. Social, spatial, and other historical factors are equally important in the experiences of embodiment in the daily life.
അപ്പൊ സോഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത് അതിന്റെ കൾച്ചറുമായിട്ടും കൂടെ ബന്ധപ്പെട്ട് നിൽക്കും അല്ലെ. നമുക്കറിയാം ഇന്ത്യയിലുള്ള ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ സമൂഹം അവരെ സോഷ്യലൈസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വിദേശ രാജ്യങ്ങളിൽ. ഇപ്പൊ അമേരിക്ക, ലണ്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ആൺകുട്ടികളെയും പെൺകുട്ടിയെയും മോൾഡ് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മുടെ കൾച്ചർ അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ സ്ത്രീകളെ വലിയ കാര്യമായിട്ട് ആരും പരിഗണന കൊടുക്കാറില്ലാത്തൊരു ജന്മങ്ങളായിരുന്നു സ്ത്രീകൾ എന്ന് പറയുന്നത്. പക്ഷേ അമേരിക്കയിലും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലും ഒക്കെ സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം പണ്ട് മുതലേ കൊടുത്തിരുന്നു. അപ്പം ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സ് നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൂടാതെ നമ്മളെ സോഷ്യലൈസ് എന്ന് പറയുന്നത് സാമൂഹ്യവൽക്കരണമാണ്. നമ്മളെ സമൂഹം എങ്ങനെയാണ് മോൾഡ് ചെയ്തിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ആവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും 2 മക്കളും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആ പെൺകുട്ടിയോട് അമ്മ വീട്ടിലെ ജോലികൾ ചെയ്യാൻ ആവശ്യപ്പെടുകയും ആൺകുട്ടിയോട് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ പറമ്പിലെ പണികൾ ചെയ്യാനും ഒക്കെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ എന്താണ്, പെൺകുട്ടികൾക്ക് എനിക്ക് പുറത്തു പോകാനായിട്ടുള്ള അവകാശമില്ലാത്തയാളാണ് ഞാൻ, അതുപോലെ തന്നെ പുറത്തിറങ്ങി പണി ചെയ്യാനോ അല്ലെങ്കിൽ തോട്ടത്തില് നമ്മുടെ തൂമ്പ കൊണ്ട് കിളയ്ക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലേ എന്നുള്ള രീതിയിലുള്ള ചിന്തയൊക്കെ ആ ഒരു വീട്ടില് ആ പെൺകുട്ടിക്ക് ഉണ്ടാവും. പക്ഷേ വേറൊരു വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് ജീവിക്കുന്നതെങ്കിൽ അമ്മ ആൺകുട്ടിയോടും പെൺകുട്ടിയോടും പാത്രം കഴുകി അവർ കഴിച്ച പാത്രം കഴുകി വെക്കാനും അതുപോലെ തന്നെ അടിച്ചു വരാനും രണ്ടുപേരോടും അടിച്ചു വരാനായിട്ടൊക്കെ പറയുകയാണെങ്കിലും, അതുപോലെ തന്നെ പെൺകുട്ടിയോട് പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാനും അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ അവളെ വിടുകയും അതുപോലെ തന്നെ ആൺകുട്ടിക്ക് വീട്ടിൽ അലക്കാനുള്ള പണികളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ എന്താണ്, അവിടെ ഒരു ഈക്വാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. പെൺകുട്ടിയും ആൺകുട്ടിയും വളരെയധികം എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എല്ലാ ജോലികളും ചെയ്യാൻ എനിക്ക് ബാധ്യതയുണ്ട്. ഒരു ജോലിയും ഒരു പ്രത്യേക ജെൻഡറിന് വേണ്ടി മാറ്റി വെക്കുന്നതല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇനി ഭാവിയിലാണെങ്കിൽ പോലും നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ആൺകുട്ടീനെയും പെൺകുട്ടീനെയും തമ്മിൽ യാതൊരു ഇൻഇക്വാലിറ്റീസ് കൊടുക്കാതെ 2 കൂട്ടരെ കൊണ്ടും എല്ലാ കാര്യങ്ങളും ചെയ്യിക്കാനായിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇന്ന് പല അമ്മമാരും അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നുണ്ട്. അതിന്റെ ഗുണം അവർക്ക് ഭാവിയിൽ കിട്ടാറുമുണ്ട്. അപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എല്ലാ ജോലികളും ചെയ്ത് പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ 2 കൂട്ടരും പരസ്പരം ബഹുമാനിക്കാനും പഠിക്കണം. അപ്പൊ സ്ത്രീകളെ മാത്രം ആൺകുട്ടികളെ കൊണ്ട് ബഹുമാനിക്കാൻ പഠിപ്പിക്കണം എന്നല്ല പറയുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടികളെ ആൺകുട്ടികളെ ബഹുമാനിക്കാനും അതുപോലെ തന്നെ ആൺകുട്ടികളോട് പെൺകുട്ടികളെ ബഹുമാനിക്കാനുമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, അതുപോലെ തന്നെ നല്ല രീതിയിൽ മുതിർന്നവരെ ബഹുമാനിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്താലാണ് അവർ ആ നല്ല രീതിയിലുള്ള പൗരന്മാരായിട്ട് വളർന്നു വരികയുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള സോഷ്യലൈസേഷൻ പ്രോസസ്സ് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. എസ്പെഷ്യലി കുട്ടികളുടെ ലൈഫിൽ ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സ് വളരെയധികം സ്വാധീനം ചെലുത്താറുണ്ട്. ഇനി ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ ആൺകുട്ടികൾക്ക് പ്രത്യേക ജോലികൾ, പെൺകുട്ടികൾക്ക് പ്രത്യേക ജോലികൾ, അത്തരത്തിലുള്ള ജോലികൾ തമ്മിലുള്ള വേർതിരിവൊന്നും വേണ്ട. കുക്ക് ചെയ്യുന്നത് പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ ഒക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അടിച്ചു വാരുന്നോ മിറ്റമടിക്കുന്നോ ഒക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെയ്യാം. പുറത്തു പോയി സാധനം മേടിക്കുന്നതാണേലും തൂമ്പെടുത്ത് പണിയുന്നതാണേലും എല്ലാം 2 കൂട്ടർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതല്ലാതെ നിനക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, അയ്യേ നീയാണോ പാത്രം കഴുകുന്നത്, നീ ഒരു ആൺകുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മൾ തന്നെ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭാവിയിൽ ഒരു കാര്യവും ചെയ്യാത്ത ഒരാളായിട്ട് അവൻ മാറും. അപ്പൊ ഈ ജെൻഡർ സോഷ്യലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. ജെൻഡർ സോഷ്യലൈസേഷൻ is the process through which children learn about the social expectations, attitudes and behaviors typically associated with the boys and the girls. This topic looks at this socialization process and the factors that influence gender development in children. Most societies have a clear categorization for male and female. This categorization and agents of socialization that dramatic knowledge about gender roles impact how people define themselves and other with regard to gender and sex roles. അപ്പൊ ഈ ജെൻഡർ സോഷ്യലൈസേഷൻ ഓർക്കുക, അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ പ്രോസസ്സും കൂടെ ഒന്ന് ഓർക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ജ്യോതിമോൾക്ക് കേൾക്കാലോ അല്ലെ? കേൾക്കാമെങ്കിൽ ഒരു തമ്പിട്ടോളൂ. ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നതാണ്, എങ്ങനെ കട്ടായി പോവുകയാണെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അത് ത്രൂ ചാറ്റിലൂടെ ഒന്ന് പറഞ്ഞേക്കണേ. മൈക്ക് ഓൺ ആക്കണ്ട, ഓഫ് ചെയ്തോളൂ. ഇടയ്ക്ക് നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കുട്ടികൾ കേൾക്കുമ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഹലോ ഹലോ പറഞ്ഞോ. ജ്യോതിമോൾ കേൾക്കാലോ അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഏജൻസ് ഓഫ് ജെൻഡർ സോഷ്യലൈസേഷൻ ആണ് കേട്ടോ. ഏജൻസ് ഓഫ് ജെൻഡർ സോഷ്യലൈസേഷൻ.
Parents, siblings, peers, schools, society, religion, and other institutions are the agents of gender socialization. ജെൻഡർ സോഷ്യലൈസേഷനുള്ള ഏജന്റുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മൾ പറഞ്ഞു സോഷ്യലൈസേഷൻ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അല്ലേ? അപ്പോൾ ആരൊക്കെയാണ് ഈ സോഷ്യലൈസേഷൻ എന്ന പ്രോസസ്സ് കുട്ടികളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കാം. പ്രധാനമായിട്ടും പേരൻസ് ആണ്. പേരൻസ് മാതാപിതാക്കളാണല്ലേ കുട്ടികളുടെ സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ കൂടുതലായിട്ട് പങ്കുവഹിക്കുന്നത്. കാരണം ആദ്യ അക്ഷരങ്ങൾ പറയുന്നത് തൊട്ട് അവരുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും മാതാപിതാക്കളുടെ സ്വാധീനം മൂലമാണ് അവർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ പേരൻസും അതുപോലെ തന്നെ സിബ്ലിങ്സ് എന്ന് പറയുന്നത് ചേട്ടാനിയന്മാര് അല്ലെങ്കിൽ അനുജത്തിമാര്, സഹോദരിമാര്, അങ്ങനെ ആ രീതിയിലുള്ള അവരുടെ കൂടപ്പിറപ്പുകള് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സോഷ്യലൈസേഷൻ നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും നമ്മുടെ ചേട്ടന്മാരോ ചേച്ചിമാരെയൊക്കെ കണ്ടിട്ടായിരിക്കും അല്ലെ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതുപോലെ തന്നെ അമ്മയോട് എങ്ങനെ പറയണം, എങ്ങനെ പെരുമാറണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ സിബ്ലിങ്സിനെ കണ്ടൊക്കെ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ പിയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സമപ്രായക്കാരായ കുട്ടികൾ. അപ്പൊ അവര് പറയുന്നത് ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും ഈ ശീലം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ആ രീതിയിൽ കുട്ടികൾക്ക് കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്ക് അവരുടെ പിയേഴ്സിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സോഷ്യലൈസേഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സ്കൂളും സൊസൈറ്റിയും അതുപോലെ തന്നെ റിലീജിയനും ഒക്കെ സോഷ്യലൈസേഷന് കിട്ടുന്ന ചില സ്ഥാപനങ്ങളാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സ്കൂളിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ടീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ആ ടീച്ചേഴ്സ് പറയുന്ന ഓരോ കാര്യങ്ങളും കുട്ടികളെ സ്വാധീനിക്കാറുണ്ട്. ഇതൊക്കെ സോഷ്യലൈസേഷന് കാരണമാകും. അതുപോലെ തന്നെ സൊസൈറ്റി, നമ്മുടെ സമൂഹം, നമ്മുടെ ബന്ധുക്കളും അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാര് തുടങ്ങിയ ആളുകളൊക്കെ അടങ്ങിയ ഒരു സമൂഹം നമ്മുടെ കുട്ടികളെയും അതുപോലെ മുതിർന്നവരെയൊക്കെ സോഷ്യലൈസ് ചെയ്യാറുണ്ട്, നമ്മുടെ സാമൂഹികവൽക്കരിക്കാറുണ്ട്. പിന്നെ റിലീജിയൻ എന്ന് പറയുന്ന മതമാണ്. ഓരോ മത ഗ്രൂപ്പുകളും അല്ലെങ്കിൽ മതസംഘടനകളൊക്കെ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ചില പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അല്ലെ? നമ്മൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർക്ക് സൺഡേ സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ മുസ്ലിംസിന് അവരുടെ മദ്രസ, അതുപോലെ തന്നെ ഹിന്ദു ഗ്രൂപ്പുകൾക്കാണെങ്കിലും ഒരുപാട് സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ അവരെ റിലീജിയൻസിൽ അവരെ മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ സോഷ്യലൈസ്ഡ് ആക്കാറുണ്ട്. ഇനി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സോഷ്യലൈസേഷന്റെ പ്രധാന ഏജൻസ് എന്ന് പറയാൻ മറന്നു പോവില്ലല്ലോ അല്ലേ? Okay, parents, grandparents, and other family members play the key role in the gender socialization process. They decide how the family should interact with a boy and a girl, and the types of toys and clothes that the children should wear. From very early age, children get to know how they should behave. According to Sigmund Freud, identification and imitation of same-sex parents leads to effective gender identity formation. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ ഏജൻസ് എന്ന് പറയുന്നത് ഈ ആളുകളൊക്കെയാണ്. അതാണ് പിയേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ റീജിയൺ, അതുപോലെ പേരൻസ്, അതുപോലെ സിബ്ലിങ്സ്, ഇതെല്ലാം സോഷ്യലൈസേഷനുള്ള ഏജൻസ് ആണ്. ഈ ഏജന്റുകൾ എങ്ങനെയാണ് കുട്ടികളെ സ്വാധീനിക്കുന്നത്? അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അവരെ കുറെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിലൂടെയും, അതുപോലെ അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുന്നതിൽ, ഇപ്പം കളിപ്പാട്ടങ്ങളൊക്കെ ആണെങ്കിൽ ആൺകുട്ടികൾക്ക് ജീപ്പ് കൊടുക്കുന്നു, പെൺകുട്ടികൾക്ക് ചിലപ്പോൾ പാവകൾ കൊടുക്കുന്നു. ഇങ്ങനെ ആളുകൾ നമ്മുടെ പല രീതിയിലായിരിക്കും സാധനങ്ങൾ കൊടുക്കുന്നത് പോലും. ഇപ്പം ടോയ്സ് ആണെങ്കിൽ പോലും പെൺകുട്ടികൾക്ക് ബാർബി ഡോളുകളെ കൊടുക്കും, ആൺകുട്ടികൾക്ക് വലിയ JCB അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കും. പക്ഷെ എന്താണ്, ചിലപ്പോൾ പെൺകുട്ടികൾക്ക് JCB ഒക്കെ ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് പാവകൾ ഇഷ്ടപ്പെടാം. പക്ഷെ എന്താണ്, നമ്മുടെ സമൂഹം അങ്ങനെ കൊടുക്കില്ല. കാരണം പാവേനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെ കളിയാക്കാൻ തുടങ്ങും. പിയേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും, അയ്യോ നീ ഒരു ആൺകുട്ടിയല്ലേ, നിനക്ക് ഇങ്ങനെ പാവകള് വെച്ച് എന്താ കളിക്കണേ, ആ രീതിയിൽ പറയാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ രീതിയിലുള്ള ചില ഡിസ്ക്രിമിനേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ ഏജൻസ് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ കൾച്ചർ എങ്ങനെയാണ് ഒരു ഏജന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ജെൻഡർ ഐഡന്റിറ്റീസിനുള്ള ഒരു ഫാക്ടർ ആയിട്ട് മാറുന്നതെന്നും കൂടെ മനസ്സിലാക്കിയിരിക്കണം. Culture has a critical role in the development of gender identity. Education plays an important part in this process. Boys and girls are drawn into different activities and achievements. The deconstructionism of Derrida and the discourse analysis of Michael provide much information on this. The focus has shifted from a person's learning experiences to the creation of the taxes or representations or discourses which developed our nations of gender. അപ്പൊ കൾച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം സംസ്കാരമാണ് അല്ലെ? നമ്മൾ ഓരോ സംസ്കാരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ്. നമ്മൾ കേരളീയ സംസ്കാരം അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരമാണ് നമ്മുടെ ഉള്ളത്. അതുപോലെ തന്നെ പാശ്ചാത്യ സംസ്കാരമുള്ള ആളുകളാണ് വിദേശീയര്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലൊക്കെ താമസിക്കുന്ന ആളുകൾ. നമ്മുടെ സംസ്കാരം നമ്മളെ ഒരുപാട് രീതിയിൽ സ്വാധീനിക്കാറുണ്ട്.
നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ് ആൺകുട്ടികൾക്ക് ഇന്ന ജോലികൾ ചെയ്യാം, അതുപോലെ പെൺകുട്ടികൾക്ക് ഇന്ന ജോലികൾ ചെയ്യാം എന്നുള്ള ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുന്നതൊക്കെ നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ പണ്ട് മുതലേ അങ്ങനെയുള്ള രീതിയിൽ വളർന്നതാണ്. അപ്പൊ ഈ എഡ്യൂക്കേഷന്റെ കുറവ് മൂലം തന്നെ എന്താണ് ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, നിങ്ങളൊരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? ഒരു പുരുഷന് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ആ ഒരു പുരുഷന് മാത്രമേ അതിന്റെ ഗുണം ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്കാണ് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നതെങ്കിൽ അവൾ ആ ഒരു വിദ്യാഭ്യാസം ആ ഒരു കുടുംബത്തിന് മുഴുവൻ അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാവും എന്നാണ് പറയാം. അപ്പോൾ പ്രധാനമായിട്ടും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്, എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും പെൺകുട്ടികളിലൂടെയാണ് അല്ലെ കുഞ്ഞുങ്ങൾ വളരുന്നതും അതുപോലെ തന്നെ അവരുടെ വളർച്ചയിലെ പ്രധാന ഘട്ടങ്ങളൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന അമ്മമാരുടെ കൂടെയാണ്. അപ്പൊ അമ്മമാർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ വിദ്യാസമ്പന്നരാണെങ്കിൽ അവർക്ക് ഇപ്പൊ വിദ്യാഭ്യാസം എന്തുകൊണ്ട് കുറെ സർട്ടിഫിക്കറ്റ്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങളിൽ അറിവ് നേടണം, അതുപോലെ തന്നെ കൂടുതൽ മെച്ചുവേർഡ് ആയിട്ട് നമ്മൾ പെരുമാറുക, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സോഷ്യലൈസേഷനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ശാരീരികമായ മാനസികവും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ ഒരു പക്വത നമുക്ക് ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു പക്വത നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള അറിവ് സമ്പാദിക്കണം. അതുപോലെ തന്നെ നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക, നല്ല നല്ല അറിവുള്ള വ്യക്തികളുമായിട്ട് സംഭാഷണങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പൊ അതൊക്കെ അതിലൂടെയൊക്കെ നമുക്ക് നല്ല അറിവുകൾ കിട്ടുന്ന ചില ഘടകങ്ങളുണ്ട്. അപ്പൊ ആ അറിവുകൾ നേടുന്നത് നമ്മുടെ കുടുംബത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി മാറും. അപ്പോൾ അമ്മമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്കപ്പോൾ മനസ്സിലാവും അല്ലെ. അപ്പൊ ഈ ഒരു സ്ത്രീകളുടെ വിദ്യാഭ്യാസ കുറവ് നമ്മുടെ ഇന്ത്യയുടെ എല്ലാ മേഖലകളെയും സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിലും ശിശുമരണ നിരക്കും ഒക്കെ വളരെ കൂടുതലുള്ളൊരു ശിശുമരണ നിരക്കൊക്കെ കൂടുതലുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. കാരണം നമ്മുടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവ് തന്നെയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം. എന്ത് കഴിക്കണം, നമ്മൾ വിദ്യാഭ്യാസം നേടുന്നതുകൊണ്ടും സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നമ്മളിപ്പോ പഠിക്കുന്നത് കൊണ്ടൊക്കെയാണ്, നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ടൊക്കെയാണ് നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ കാര്യത്തൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ഈ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു രീതിയിലുള്ള 5ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ പോലും വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ട് അവർക്ക് ആ നല്ല ഫുഡ് എന്താണ്, അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ആ ഒരു പ്രഗ്നൻസി സമയത്തൊക്കെ കഴിക്കേണ്ട ഭക്ഷണം, അതുപോലെ തന്നെ ചെയ്യേണ്ട കെയറുകൾ, അതിനെക്കുറിച്ചൊന്നും വലിയ അറിവോ ധാരണയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ രീതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ ഇന്ത്യ മുന്നേറാൻ കാരണം തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തതുകൊണ്ടാണ്. എല്ലാവരും വിദ്യാഭ്യാസം നേടണം, എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിനാണെങ്കിലും പുരോഗതി ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പുരോഗതി കുറവ്, ഈ ഒരു കൾച്ചർ, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരുന്ന ഒരു കുറവ് നമുക്ക് നമ്മുടെ ഒരു സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇടയിലുള്ള ഒരു ഇനീക്വാളിറ്റീസിന് കാരണമായിട്ടുണ്ട്. പിന്നെ റിലീജിയൻ എന്ന് പറയുന്നത്, ചില മതങ്ങൾ നമുക്കറിയാം സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കാറില്ല, അതുപോലെ തന്നെ ഇനീക്വാളിറ്റീസ് കൂടുതലായിട്ട് കണ്ടുവരുന്ന ചില മതങ്ങളുണ്ട്. Religion is a powerful social institution, is shaping gender identities. Men and women experiences religion in different ways. For example, there are certain spaces where only men are allowed to enter. Similarly, there are norms defined by which only man can perform certain duties with regards to religious activities. Thus, religion defines how men and women take part in the various religious activities and reinforces and legitimize different roles assigned to man and women. അപ്പൊ റിലീജിയൻ എന്ന് പറയുന്നത് ഇത്തരത്തില് ജെൻഡർ ഐഡന്റിറ്റീസിനെ ലീഡ് ചെയ്യുന്ന ചെറിയൊരു ഫാക്ടർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം പല റിലീജിയനിലും പല രീതിയിൽ സ്ത്രീകളെയും പുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവരുടെ മതഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ അവരുടെ ആചാരങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിന്ദു കുടുംബങ്ങളിലൊക്കെ പുരുഷന്മാർക്ക് മാത്രമേ ചിതയ്ക്ക് തീ കൊളുത്താൻ കഴിയുകയുള്ളൂ, അതുപോലെ തന്നെ പാരമ്പര്യം നിലനിർത്തണമെങ്കിൽ പുരുഷൻ വേണം അല്ലെങ്കിൽ ആൺകുട്ടി വേണം തുടങ്ങിയ ആചാരങ്ങളൊക്കെ നമ്മുടെ പല സമുദായങ്ങളും മതങ്ങളിലും ഉണ്ട്. അതുപോലെ തന്നെയാണ് പെൺകുട്ടികൾക്ക് നേരത്തെ വിവാഹം കഴിപ്പിച്ച് അയക്കുക. അവളുടെ ഫെർട്ടിലൈസ് ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ അവൾക്കൊരു 15, 18, 19, 20 വയസ്സാകുമ്പോൾ തന്നെ അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്ന ഒരു പ്രവണതയൊക്കെ ചില മതങ്ങളിലുണ്ട്. അത് കാരണം കുട്ടികളെ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ് ആ ഒരു 18, 19 വയസ്സ്. അപ്പൊ കുട്ടികൾ കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചു. അതുപോലെ തന്നെ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അവൾ വഴിതെറ്റി പോകുമെന്നുള്ള ചില ചിന്തകളൊക്കെ പെൺകുട്ടികളെ വേഗം വിവാഹം കഴിപ്പിച്ച് അയക്കാനായിട്ട് ചില മതങ്ങൾ കാരണമാക്കാറുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള സോഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ റിലീജിയൻ കൊണ്ടുവരുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റീസിന് മതവും ഒരു കാരണമാകാറുണ്ട്. ഇനി കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ എന്ന് പറയുന്ന ഒരു ഘടകം കൂടിയുണ്ട്. എന്താണ്? മീഡിയാസ് വഴി, ത്രൂ മീഡിയ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മീഡിയ ഒരു കാരണമാകാറുണ്ട്. ഇപ്പൊ നമുക്ക് വാർത്താ മാധ്യമങ്ങളാണെങ്കിലും
ഇപ്പം സോഷ്യൽ ഫേസ്ബുക്ക്, അതുപോലെ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ യൂട്യൂബ് തുടങ്ങിയ മാധ്യമങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ജെൻഡർ ഇനീക്വാളിറ്റീസ് അതുപോലെ തന്നെ ജെൻഡർ ഐഡന്റിറ്റീസ് ഒക്കെ സമൂഹത്തോട് പങ്കുവെക്കാറുണ്ട്. Communication and media play a role in shaping the gender role. The visual and the print media influence women's perceptions through the imagination of the female body as the perfect or desirable body. With the advent of television and new technology, the rules for femininity have come to be culturally transmitted more and more thought standardized visual images. Different clothes, body shape, facial expression, movements, and behavior get projected and displayed through the media. All these are argumented through advertisements, fashion displays, talk shows, beauty contests, and fashion models. All these directly to or indirectly influence the gender role. അപ്പോൾ ഇന്ന് നമുക്ക് കൂടുതൽ രീതിയിൽ ഇപ്പൊ മീഡിയാസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ജെൻഡർ റോള് നമുക്ക് അസൈൻ ചെയ്ത് തരുന്നത് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഒരു കാലഘട്ടം വരെ ഈ പെൺകുട്ടികൾ തുണി അലക്കുന്നതും പെൺകുട്ടികൾ പാത്രം കഴുകുന്നതും ഒക്കെ ആയിരുന്നു ആഡിലൊക്കെ വരുന്നത്. എന്താണ്, പരസ്യത്തിലൊക്കെ വന്നിരുന്നത്. കുറെ കാലങ്ങൾക്ക് മുമ്പ് പെൺകുട്ടികൾ തുണി അലക്കുന്നു, അതിന് മോഡൽ പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ അമ്മയാണ്. അതുപോലെ തന്നെ എന്താണ് പാത്രം കഴുകുന്നത്, ഇപ്പം ഈ പാത്രം കഴുകുന്ന ചില സാധനങ്ങളുടെയൊക്കെ പരസ്യമില്ലേ, സോപ്പിന്റെയും അതുപോലെ ലിക്വിഡിന്റെ ഒക്കെ. അപ്പൊ അതില് പെൺകുട്ടികൾ തന്നെ പാത്രം കഴുകാന്നു. ആ രീതിയിൽ എല്ലാ പരസ്യങ്ങളും ഇങ്ങനെ ജനറലൈസ് ചെയ്തിരുന്നു. പെൺകുട്ടികൾക്ക് പാത്രം കഴുകുക, അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കുന്നത് ആൺകുട്ടികൾ, ആ രീതിയിൽ ബൂസ്റ്റ് മൈ സീക്രട്ട് ഓഫ് എനർജി എന്നൊക്കെ പറയുന്നില്ലേ, അതെന്താണ്, കൂടുതൽ എനർജി വേണ്ടത് ആൺകുട്ടികൾക്കാണ്. ആ രീതിയിലുള്ള സോഷ്യൽ ഒരു ജെൻഡർ റോൾസ് ഒക്കെ അവര് ക്രിയേറ്റ് ചെയ്തിരുന്നു ത്രൂ മീഡിയ. പക്ഷെ ഇന്ന് അതിൽ കുറെ വ്യത്യാസമുണ്ട്. അതിൽ നമുക്ക് ആഹ്ലാദിക്കാം അല്ലെങ്കിൽ സന്തോഷിക്കാം. കാരണം ഇപ്പോൾ പല പരസ്യങ്ങളിലും അച്ഛൻ ഇപ്പൊ കറ നല്ലതാണ്, നന്നായി കളിച്ചോ ജാൻ എന്ന് പറയുന്ന കുറെ പരസ്യങ്ങളുണ്ടല്ലേ. അതിനകത്ത് അച്ഛനാണ് ആ ഒരു പെൺകുട്ടി കളി കഴിഞ്ഞ് വരുമ്പോൾ ആ പെൺകുട്ടിയുടെ നന്നായിട്ട് കളിച്ചോ, നീ ഫുട്ബോൾ നന്നായിട്ട് കളിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ തുണിയൊക്കെ അലക്കാൻ ഇടുന്നത് അച്ഛനാണ് അല്ലെ. അപ്പൊ ആ ഒരു കാര്യമൊക്കെ നമ്മളിൽ എന്താണ് മാറ്റങ്ങൾ വരുന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന പുരുഷന്മാരും അതുപോലെ തന്നെ സ്ത്രീകളും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ മനസ്സിലാക്കും. കുറച്ച് അത് കണ്ട് കാണുമ്പം അവർക്ക് മനസ്സിലാവും, ഓ ആൺകുട്ടികൾക്ക് അച്ഛന്മാർക്കും തുണി കഴുകാമല്ലോ, അച്ഛന്മാർക്കും അത് വിരിച്ചിടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, പെൺകുട്ടിയുടെ തുണി അച്ഛന് കഴുകിയാൽ എന്താണ് കുഴപ്പം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ മീഡിയ വഴി അവർക്ക് കിട്ടും, അവർക്ക് മനസ്സിലാവാൻ തുടങ്ങും. അതുപോലെ തന്നെ പാത്രം കഴുകുന്നതാണെങ്കിലും ഒരുപാട് പരസ്യങ്ങളുണ്ടല്ലേ. ഇപ്പം മീൻകറിയുടെ മണം ഇത് 2 തവണ കഴുകിയാലേ പോവുള്ളൂ, ഒരു പ്രാവശ്യം ഞാൻ കഴുകാം, അടുത്ത തവണ നീ കഴുകുക എന്നുള്ള രീതിയിലുള്ള പരസ്യമുണ്ട്. അപ്പൊ ആൺകുട്ടി അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ പാത്രം കഴുകുന്നത് അത് കഴിഞ്ഞ് പെൺകുട്ടിക്ക് കൊടുക്കുമ്പോൾ അവള് പറയുന്നത് ക്ലീൻ ആയല്ലോ, ആ രീതിയിലുള്ള പരസ്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ ഇവിടെ പറയുന്നത് കുറച്ച് നാൾ മുമ്പത്തെ ഒരു അവസ്ഥയാണ് പറയാം. മീഡിയാസ് വഴി എപ്പോഴും ഈ തരത്തിലുള്ള ആൺകുട്ടികൾക്ക് മാത്രം പുറത്തുപോയി കളിക്കുക, എനർജി വേണം, അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണെങ്കിൽ പോലും ആൺകുട്ടികളെ മാത്രം എയിം ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടികൾ പാത്രം കഴുകുന്ന ജോലി, അതുപോലെ തന്നെ സോപ്പിന്റെ പരസ്യത്തിലൊക്കെ പെൺകുട്ടികളെ മോഡലാക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആൺകുട്ടികൾക്ക് ചെയ്യേണ്ട ജോലി പെൺകുട്ടികൾക്ക് ചെയ്യേണ്ട ജോലി, അങ്ങനെ രീതിയിലുള്ള തരംതിരിവ് കണ്ടിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഈ ജെൻഡർ ഐഡന്റിറ്റീസ് എന്റെ ഒരു മീഡിയ ആയിട്ട് അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിട്ട് മീഡിയനെ നമ്മൾ കണക്കാക്കിയിരുന്നത്. ഇന്ന് അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ. നമുക്ക് എക്സാമിന് ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഞാനാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി ലാംഗ്വേജ് എന്നുള്ള കാര്യം കൂടെ നോക്കാം. ലാംഗ്വേജ് ഈസ് അനദർ മീഡിയം ത്രൂ വിച്ച് ജെൻഡർ റോൾ ഈസ് ഇമ്പോസ്ഡ് ഇൻ റെയിൻഫോഴ്സ്ഡ് ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ എക്സ്പാൻഷൻ കൺവേ ദ ഷേപ്പ് ദ ജെൻഡർ ഐഡന്റിറ്റി ഇൻ ദ സൊസൈറ്റി. ദ സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് ഹാസ് ഇൻഫ്ലുവൻസ്ഡ് ദ ജെൻഡർ ക്ലാസിഫിക്കേഷൻ. Lakoff suggests the genetic terms of language may influence the cognitive structure and attitudes towards gender. The use of genetic terms reflect the help to perpetuate attitudes of male dominance and superiority. For example, the term man means human being in general, while woman refers only a female. Similarly, the term bachelor conserves in original meaning in single man, but spinster gets a negative connection of all to maid. ഓക്കെ, അപ്പോൾ
ഈ ലാംഗ്വേജിന്റെ കാര്യത്തിൽ വരെ നമുക്ക് ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഒരു ജെൻഡർ ഇനീക്വാലിറ്റീസ് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മള് മെൻ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും നമ്മൾ ചിലപ്പോൾ മെൻ എന്ന് പറഞ്ഞ് ഓൾ മെൻസ് ആർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ മെൻ എന്ന് പറയുന്ന ഒരു വേർഡ് ചിലപ്പോൾ എല്ലാ സ്ത്രീയും പുരുഷന്മാരെയും കുട്ടികളെയും ഒക്കെ ഉൾപ്പെടുത്തി നമ്മൾ മെൻ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് വുമൻ എന്ന് പറയുന്നത് എന്താണ്, അതിനെ നമ്മൾ ജനറലൈസ് ചെയ്യാറില്ല. ആ ഒരു വുമൻ എന്ന് പറയുന്ന പേര് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു വുമൻ എന്ന് പറയുന്ന പദം ഉള്ളത്. അപ്പൊ ഇങ്ങനെ ലാംഗ്വേജിലുള്ള ചില ഘടകങ്ങൾ വരെ എന്താണ് ലാംഗ്വേജിലുള്ള കുറച്ച് കാര്യങ്ങൾ വരെ ഇത്തരത്തില് സ്ത്രീകളുടെ അടിച്ചമർത്തുന്ന ഒരു ഘടകമായിട്ട് ഇവരെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൽ വരെ കുറച്ച് പദങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ വുമൺ അത് പറയുന്ന മാൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലുള്ളത് പോലെ തന്നെ ജനറലൈസ് ചെയ്യുന്ന കുറച്ച് ഘടകങ്ങൾ നമ്മുടെ മലയാള പദങ്ങളിലും ഉണ്ട്. ഇതെല്ലാം എന്താണ് സ്ത്രീകളെ മാത്രം ഒരു താഴ്ത്തിക്കെട്ടുന്ന പോലെയും പുരുഷന്മാരുടെ പദവി ഉയർത്തിക്കെട്ടുന്ന പോലെയും നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ലാംഗ്വേജ് ചില പദങ്ങൾക്കൊന്നും ചിലപ്പോൾ എന്താണ് സ്ത്രീ പദമില്ല അല്ലെ, സ്ത്രീ പദമില്ലാത്ത കുറച്ച് പദങ്ങളുണ്ട്. അതുപോലെ തന്നെ പുരുഷ പദങ്ങളെ കോമൺ ആയിട്ട് പറയാറുണ്ട് നമ്മൾ. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ലാംഗ്വേജും ഇത്തരത്തില് ജെൻഡർ ഇനീക്വാളിറ്റീസ് ഉണ്ടാക്കുന്ന ഒരു ഘടകമാണെന്ന് ഓർക്കാം. ഇനി കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യൽ എൻവയൺമെന്റ്. സോഷ്യൽ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹികമായ പരിസ്ഥിതി. കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യൽ എൻവയൺമെന്റ് ഇൻക്ലൂഡ്സ് ദ കമ്മ്യൂണിറ്റി, ദ ഫാമിലി ആൻഡ് ദ വർക്ക് പ്ലേസ് ഓർ അതർ സ്പേസസ്. All these have an effective role in shaping gender role. Women's experiences her segregated role in different settings and contexts. This is major access for developing the gender identity. Okay, ഇത്തരത്തില് സോഷ്യൽ എൻവയൺമെന്റ് വരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കെയും വ്യത്യസ്തമായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ ഒരുപാട് ചൂഷണത്തിന് വിധേയരാകാറുള്ളതൊക്കെ ഇത്തരത്തിലുള്ള സോഷ്യൽ എൻവയൺമെന്റ്, സാമൂഹികമായ പരിസ്ഥിതി കാരണമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഒന്നുകൂടെ പറഞ്ഞത്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം. ഫാക്ടേഴ്സ് ലീഡിങ് ടു ജെൻഡർ ഐഡന്റിറ്റീസ്, അല്ലെങ്കിൽ ജെൻഡർ റോൾസ് നിയമിക്കുന്ന അല്ലെങ്കിൽ ഏജന്റുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഈ ജെൻഡർ ഐഡന്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ജെൻഡർ ഐഡന്റിറ്റീസിനെ ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ സോഷ്യലൈസേഷൻ പ്രോസസ് ആണ്. സെക്കൻഡ് ജെൻഡർ സോഷ്യലൈസേഷൻ ആണ്. തേർഡ് ഏജൻസ് ഓഫ് ജെൻഡർ സോഷ്യലൈസേഷൻ ആണ്. ഫോർത്ത് കൾച്ചർ ആണ്. നമ്മുടെ സംസ്കാരം നമ്മളെ പല രീതിയിലുള്ള ജെൻഡർ ഐഡന്റിറ്റീസിലേക്ക് അല്ലെങ്കിൽ ജെൻഡർ ഇനീക്വാളിറ്റീസിലേക്ക് നയിക്കുന്നു നമ്മൾ പറഞ്ഞു. റിലീജിയൻ, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ. പിന്നീട് വരുന്നത് ലാംഗ്വേജ്, ഇത് അതുപോലെ തന്നെ സോഷ്യൽ എൻവയൺമെന്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജെൻഡർ ഐഡന്റിറ്റീസിനെ ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ നിന്ന് വന്ന് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൗ ഡസ് ദ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് ഓഫ് ബോഡി ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് ദ ബയോളജിക്കൽ കോൺസെപ്റ്റ്? ബയോളജിക്കൽ കോൺസെപ്റ്റിലെ ബോഡി എന്താണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അല്ലെ. ബോഡീനെ പല രീതിയിൽ, നമ്മുടെ ശരീരത്തെ പല രീതിയിൽ കാണാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞു. സ്ത്രീകളുടെ ശരീരത്തെയും പുരുഷന്മാരുടെ ശരീരത്തിലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇത്തരത്തില് സ്ത്രീകൾ ദുർബലരാണെന്നും പുരുഷന്മാർ ശക്തരാണെന്നും എന്നുള്ള രീതിയിലുള്ള അസംഷൻസ് ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ പടരാനായിട്ടൊക്കെ കാരണമായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഡിസ്കസ് ഹൗ ഫാമിലി contributes to gender inequality or discrimination in the society. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് ഫാമിലി, അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഫാമിലി എങ്ങനെയാണ് ജെൻഡർ ഇനീക്വാളിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ കൂടുതലാക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ ചിലപ്പോൾ ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം എപ്പോഴും സ്ത്രീകളെയും പുരുഷന്മാരെയും അവരുടെ ആദ്യ പാഠങ്ങളൊക്കെ പഠിക്കുന്ന അവരുടെ ഫാമിലിയിൽ നിന്നാണ്. അപ്പൊ ആ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവരെ ഒരുപാട് രീതിയിൽ സ്വാധീനിക്കാറുണ്ട്. അപ്പൊ ഈ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും അച്ഛനും അമ്മയും പല രീതിയിലുള്ള ജോലികൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ജോലി തരംതിരിവ് കാണിക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യക്കുറവ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു രീതി തന്നെ അവിടെ ഇത്തരത്തിലുള്ള ജെൻഡർ ഇനീക്വാളിറ്റീസ് ഉണ്ടാക്കുന്നതിന് കാരണമാകും. ഇപ്പൊ റോൾ ഓഫ് എ ബോയ് ആൻഡ് ഗേൾ, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഓഫ് എ ബോയ് ആൻഡ് എ ഗേൾ, പ്ലേസ് അസൈൻഡ് ടു ബോയ്സ് ആൻഡ് ഗേൾസ്, റിലേഷൻഷിപ്പ് അമംഗ് ദ ഫാമിലി മെമ്പേഴ്സ്. ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ഫാമിലി കോൺട്രിബ്യൂട്ട്സ് ടു ജെൻഡർ ഇനീക്വാളിറ്റിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഫാമിലി എങ്ങനെയാണ് ഈ ഒരു ജെൻഡർ ഇനീക്വാളിറ്റി ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അത് റോള് തീരുമാനിക്കാന്ന് പറയും. നമ്മള് ബോയ്സിന് ഒരു റോള്, ഗേൾസിന് ഒരു റോള്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പങ്ക്, അല്ലെങ്കിൽ ഒരു
സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുക, അല്ലെങ്കിൽ പാത്രം ഇടുക, ഇതൊക്കെ പെൺകുട്ടികളുടെ റോളാണ്, അല്ലെങ്കിൽ പെൺകുട്ടികളാണ് അതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൺകുട്ടികളാണ് പറമ്പിൽ പണിയെടുക്കേണ്ടത്, പോയി സാധനങ്ങൾ വാങ്ങിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന റോളാണ് നീ ചെയ്യേണ്ടത്, ഇന്ന റോളാണ് നീ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള പറഞ്ഞ് ഒരു റോള് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ജെൻഡർ ഇൻഇക്വാലിറ്റി ഉണ്ടാക്കുന്ന ഒരു ഘടകം കൂടിയാണ്. പിന്നെ എന്താണ് ആക്ടിവിറ്റീസ്, ഗേൾസിന്റെ ഒരു ആക്ടിവിറ്റി, അതുപോലെ തന്നെ ബോയ്സിന്റെ ഒരു ആക്ടിവിറ്റി, ഇത് കൊടുക്കുന്നതും ഇത്തരത്തിലുള്ള ജെൻഡർ ഇൻഇക്വാലിറ്റീസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പ്ലേ എന്താണ്, ചില പെൺകുട്ടികൾക്ക് മണ്ണപ്പം ചുട്ട് കളിക്കാനും പാചകം ചെയ്ത് കളിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു കളി ആൺകുട്ടികൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അതിനെ നിരുത്സാഹപ്പെടുത്തും. ഈ പാചകം ചെയ്യുന്ന കളിയൊന്നും നീ കളിക്കണ്ട എന്നുള്ള രീതിയിൽ കളിയാക്കാൻ തുടങ്ങും. അപ്പൊ അതൊക്കെ ഈ ഒരു ജെൻഡർ ഇൻഇക്വാലിറ്റിനെ ഇത്ര പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘടകങ്ങളാണ്. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഒക്കെ ഈ കുട്ടികളെ നല്ല രീതിയിലും ചീത്ത രീതിയിലും ഒക്കെ ബാധിക്കാം. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇതിൽ നിന്നൊക്കെ ചോദിച്ചു കാണാറുണ്ട്. പിന്നെ ജെൻഡർ എന്താണ്, അതുപോലെ തന്നെ ജെൻഡർ ഇക്വാളിറ്റി എന്താണ്. ജെൻഡർ ഇക്വാളിറ്റി എന്താണ്? സമത്വമാണ് അല്ലെ. ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സമത്വം, ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അസമത്വം. അപ്പൊ ജെൻഡർ ഇക്വാളിറ്റിയിൽ വരുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക, അവരുടെ ശാരീരികമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസമോ ജോലിയോ അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റീസോ ഒന്നും വിട്ടുകൊടുക്കേണ്ട ഒരു ആവശ്യം സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഉണ്ടാവാതിരിക്കുക. അതിനെയാണ് നമ്മൾ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയാം. എല്ലാ മേഖലകളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുക. ഇന്ന് നമ്മൾ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും സ്ത്രീകൾക്ക് അവരുടെ അവസ്ഥ വളരെ ദയനീയമായിട്ട് ചിലയിടത്ത് കാണപ്പെടാറുണ്ട്. ഇനി വാട്ട് ഈസ് ജെൻഡർ ഇൻഇക്വാളിറ്റി? എന്താണ് ജെൻഡർ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്? നമ്മുടെ ലിംഗപരമായ അസമത്വമാണ് നമ്മൾ പറയാം. എല്ലാ കാര്യങ്ങളിലും ലിംഗപരമായ അസമത്വം ഉണ്ട്. കേരളത്തിൽ ചിലപ്പോൾ സ്ത്രീകൾക്കൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ജനറലൈസ് ചെയ്ത് പറയാൻ പാടില്ല. കാരണം മേഘാലയ തുടങ്ങിയ ആസാം തുടങ്ങിയ മേഖലകളിലൊക്കെ പെൺകുട്ടികൾ കുഞ്ഞിലെ കല്യാണം കഴിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ശൈശവവിവാഹവും അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരമില്ലാത്തതും ഒക്കെ ഇന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ അവസ്ഥ മാത്രം കണ്ടുകൊണ്ട് നമ്മൾ ഇന്ത്യയെ മൊത്തം കോമൺ ആയിട്ട് പറയരുത്. കാരണം ഇന്ത്യയുടെ അവസ്ഥ വളരെ മോശമാണ് പലയിടത്തും. ഓക്കെ, അപ്പൊ ജെൻഡർ ഇൻഇക്വാലിറ്റി എന്താണെന്നൊക്കെ ചോദിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഒരു ചെറിയ പുസ്തകമൊക്കെ എടുത്ത് ഞാൻ ഈ പറയുന്ന ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമ്മൾ ഫാക്ടേഴ്സ് പറഞ്ഞു, ഇതൊക്കെ ഫാക്ടേഴ്സ് ആ പോയിന്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റ് ഒക്കെ എഴുതിയിട്ട് ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ അതിന്റെ അടിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും നോട്ട് കീപ്പ് ചെയ്യണേ. കയ്യിൽ ഒരു ചെറിയ നോട്ടോ അല്ലെങ്കിൽ ഒരു നിങ്ങൾ എടുക്കുന്ന ആ ഒരു പുസ്തകത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിലോ ഒക്കെ ആണെങ്കിലും ഒരു ചെറിയ നോട്ട് പോലെ എടുത്ത് അത് സൂക്ഷിച്ചു വെക്കുകയും കൂടെ ചെയ്യണം, എക്സാമിന്റെ സമയത്ത് ഒന്നുകൂടെ ഓടിച്ചു നോക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ജെൻഡർ ഇൻഇക്വാലിറ്റി എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി എന്താണെന്ന് പറഞ്ഞു, സോഷ്യൽ ഫാക്ടേഴ്സ് പറഞ്ഞു, പിന്നെ ബോഡീനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നുള്ള കാര്യം കൂടെ പറഞ്ഞു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി പോകണം. നമുക്ക് കൂടുതൽ ചോദ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. കാരണം സോഷ്യോളജി എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രമാണ്. സമൂഹത്തിൽ സ്ത്രീകളും പുരുഷന്മാരെ കുറിച്ചുള്ള പഠനങ്ങൾ നമുക്ക് വളരെയധികം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജെൻഡർ ഇൻഇക്വാലിറ്റി എന്നൊക്കെയുള്ള ഭാഗത്ത് നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞ ഫാക്ടേഴ്സും അതുപോലെ തന്നെ ഫാമിലി എങ്ങനെയാണ് ജെൻഡർ ഇൻഇക്വാലിറ്റീസ് ഉണ്ടാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ഇനി കോൺസെപ്റ്റ്സ് ആൻഡ് ഫോംസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി, സാമൂഹിക ചലനാത്മകതയെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ കോൺസെപ്റ്റ്സും ഫോംസും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് സമൂഹം എപ്പോഴും ചലനാത്മകമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ മൊബൈൽ ആശുപത്രി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ മൊബിലിറ്റി, സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നതൊക്കെ സാമൂഹിക ചലനാത്മകതയാണ്. നമ്മുടെ സമൂഹം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഴയ ഇപ്പം 1950 ഒരു അവസ്ഥയല്ല നമുക്കിപ്പോൾ ഉള്ളത്. നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ പലയിടത്തും ചിലപ്പോൾ ഡെവലപ്മെന്റ്സ് എത്താത്ത ചില ഇടങ്ങൾ ഉണ്ടാവും. എങ്കിൽ പോലും നമ്മുടെ ചില നല്ല സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള പല സംസ്ഥാനങ്ങൾ നമുക്ക് ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇതൊക്കെ നമ്മുടെ സോഷ്യൽ മൊബിലിറ്റി കാരണം ഉണ്ടായതാണ്, സാമൂഹിക ചലനാത്മകത കാരണം ഉണ്ടായതാണ്. സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ നമുക്ക് ഉന്നമനത്തിലെത്തിയപ്പോഴാണ് ഈ ഒരു സാമൂഹിക ചലനാത്മകത നമുക്ക് ഉണ്ടായതെന്ന് നമുക്ക് പറയാം. കാരണം പണ്ട് കാലഘട്ടത്തിലൊക്കെ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ നമ്മൾ പറയും വിദേശ വിദ്യാഭ്യാസം ആർജിച്ചവരാണെന്ന് അറിയാം അല്ലെ. അപ്പൊ പണ്ടത്തെ ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കടലിൽ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ അശുദ്ധരാകും, അല്ലെങ്കിൽ കടലിൽ കടന്ന് പോകാൻ പാടില്ല തുടങ്ങിയ കുറച്ച് അന്ധവിശ്വാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ. പക്ഷെ
പക്ഷെ ഇന്ന് അങ്ങനെ ഉണ്ടോ? ഇന്ന് അങ്ങനെ ഒരു കാര്യവും ഇല്ല അല്ലെ? കടൽ കടന്നാൽ അശുദ്ധമാകുമെന്നോ അതൊരു തിന്മയുള്ള കാര്യമാണെന്നോ ഒന്നും ഇപ്പോഴാരും പറയാറില്ല. ഒരുപാട് പേര് കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത് പോലും. അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹിക ചലനാത്മകതയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ അന്ധവിശ്വാസങ്ങൾ കുറെയൊക്കെ മാറ്റപ്പെട്ടതും അതുപോലെ തന്നെ നമ്മൾ പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള സാമൂഹിക ചലനാത്മകതയുടെ ഫലമായിട്ടാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കാം. സോഷ്യൽ മൊബിലിറ്റി മീൻസ് ട്രാൻസിഷൻ ഫ്രം വൺ സോഷ്യൽ പൊസിഷൻ ടു അനദർ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിലോ നോട്ടിലോ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. സോഷ്യൽ മൊബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ട്രാൻസിഷൻ ഫ്രം വൺ സോഷ്യൽ പൊസിഷൻ ടു അനദർ. ഒരു സോഷ്യൽ പൊസിഷൻ ഒരു സാമൂഹിക സ്ഥാനത്ത് നിന്ന് മറ്റൊരു സാമൂഹിക സ്ഥാനത്തിലേക്കുള്ള അല്ലെങ്കിൽ സോഷ്യൽ പൊസിഷനിലേക്കുള്ള മാറ്റത്തെയാണ് നമ്മൾ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു സാമൂഹിക ചലനാത്മകത എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചലിക്കുന്ന ഒരു അവസ്ഥ അല്ലേ? അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഒരു സോഷ്യൽ പൊസിഷനിൽ നിന്ന് മറ്റൊരു സോഷ്യൽ പൊസിഷനിലേക്ക് മാറുന്നതിനെയാണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. Change in social position causes significant change in life chances and lifestyle. Bertram Schuken says the shift of position may be undertaken by the individual or social object or value. Social mobility needs human activity. Social mobility ക്ക് എപ്പോഴും ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി ആവശ്യമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ, ഒന്ന് എഴുതി വെച്ചോളൂ. സോഷ്യൽ മൊബിലിറ്റിക്ക് എപ്പോഴും ഹ്യൂമൻ ആക്ടിവിറ്റി ആവശ്യമാണ്. അതിപ്പോൾ നമ്മുടെ സാംസ്കാരിക മേഖലയിലാണെങ്കിലും നമ്മുടെ ഭൗതികവും അതുപോലെ തന്നെ സാംസ്കാരികമായ മേഖലകളിൽ സാമൂഹിക ചലനാത്മകത ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിന് രണ്ടിനാണെങ്കിലും മനുഷ്യന്റെ ഒരു ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു സ്വാധീനം ഇവിടെ രണ്ടിനും ആവശ്യമാണ്. The concept of social mobility should be studied the gradation in the society, which is normally done in terms of power, prestige, and privileges. Where one moves up to falls down, significant changes in social position. Time takes on effect. The change of social position may vary from society to society. There are many dimensions of social mobility. എന്താണ്? പല തലങ്ങളുണ്ട് സോഷ്യൽ മൊബിലിറ്റിക്ക് അല്ലെങ്കിൽ സാമൂഹിക ചലനാത്മകതയ്ക്ക് പല തലങ്ങളുണ്ടെന്നാണ് പറയാം. അതുപോലെ തന്നെ ഇത് ടൈം എടുക്കുന്ന ചില ഘടകമാണ്. സാംസ്കാരിക ചലനാത്മകതയ്ക്ക് കൂടുതൽ സമയം എടുക്കും. കാരണം നമ്മുടെ സംസ്കാരം പെട്ടെന്നൊന്നും മാറില്ല. പരമ്പരാഗതമായിട്ട് നമുക്ക് കൈമാറി വന്ന സംസ്കാരമാണ് അല്ലെ? ആ സംസ്കാരത്തിന് പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാവില്ല. അല്ലെങ്കിൽ മാറിയാൽ തന്നെ എല്ലാ ആളുകളിലും ആ ഒരു മാറ്റം പെട്ടെന്ന് പ്രകടമാകണമെന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് നമ്മൾ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്നുണ്ടാകുന്ന മാറ്റമല്ല അല്ലെ? വളരെ ഗ്രാജുവലി നമുക്കുണ്ടാവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ ആദ്യം തുടങ്ങി കഴിഞ്ഞാണ് നമ്മൾ പൂർണ്ണമായിട്ടും ആ ഒരു പാശ്ചാത്യ മേഖലകളിലേക്ക് അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് മാറുന്നത്. പക്ഷെ നമുക്ക് ഫോണ്, TV തുടങ്ങിയ ഭൗതിക വസ്തുക്കളിൽ ഉണ്ടായ ചലനാത്മകത എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരുന്നു. കാരണം TV കണ്ടുപിടിച്ചു, ഫോൺ കണ്ടുപിടിച്ചു, അത് തുടങ്ങിയ ഉടനെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് എത്തുകയും നമ്മൾ വേഗം അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുകയൊക്കെ ചെയ്തു. അപ്പൊ ഭൗതിക വസ്തുക്കളിലുള്ള ചലനാത്മകത പെട്ടെന്ന് നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. പക്ഷെ സാംസ്കാരികമായ ചലനാത്മകത നമ്മളിലേക്ക് ഉണ്ടാവാനായിട്ട് കുറച്ചുകൂടെ സമയമെടുക്കും. അപ്പൊ അത് ടൈം ടേക്കൺ ആക്ടിവിറ്റി ആണെന്നുള്ള കാര്യം നോക്കുക. There are many dimensions of social mobility. Social mobility is right with the contribution of various scholars who have theorized and concept based on their representative field studies and data collected thereby. A change of position may happen either along a horizontal axis or a vertical axis. ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും നമുക്ക് ചലനാത്മകത ഉണ്ടാകാമെന്നാണ് പറയുന്നത്. ഹൊറിസോണ്ടലും അതുപോലെ നേരെയും മുകളിലേക്കുള്ള ചില മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ടെന്നാണ് പറയാം. ഇനി ടൈപ്സ് ആൻഡ് ഫോംസ് ഓഫ് മൊബിലിറ്റി എന്താണ്? ചലനാത്മകതയുടെ തരങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഫോംസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം. ഹൊറിസോണ്ടൽ മൊബിലിറ്റി ഫസ്റ്റ് വൺ ആണ്. വെർട്ടിക്കൽ മൊബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ടൈപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ മൊബിലിറ്റി ആണ്, അതുപോലെ തന്നെ വെർട്ടിക്കൽ മൊബിലിറ്റി. ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറയുന്നത്. ടൈപ്സ് ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഹൊറിസോണ്ടൽ മൊബിലിറ്റി, പിന്നെ വെർട്ടിക്കൽ മൊബിലിറ്റി. Horizontal mobility എന്ന് പറയുന്നത് horizontal social mobility is the transition of a person or social object forms one social group to another situated on the same level. It does not involve a shift to higher or lower level. For example, transitions of individuals from the Baptist to the Methodist religious group from one family or another by divorce and remarriage, from one factor to another in the same occupational status. The historical dimensions of social mobility cannot throw much light on the nature of stratification present in any society. However, it shows the nature of division existing in a society. Such divisions of not primarily show any major status differentiation in a society. Anthony Giddens considers that there is a great deal to mobility along and alternative diverse directions in modern societies. Horizontal mobility എന്ന് പറയുമ്പോൾ
ഒരു മാരേജിൽ നിന്ന് നമ്മൾ ഡിവോഴ്സ് ആയി മറ്റൊരു മാരേജിലേക്ക് കിടക്കുന്നത് ഇതിന്റെ ഉദാഹരണമാണ്. കാരണം അത് വേറൊരു മാരേജ് ആണെങ്കിൽ പോലും ഒരു മാരേജ് കഴിഞ്ഞ് നമ്മൾ ഡിവോഴ്സ് ആയി മറ്റൊരു മാരേജിലേക്ക് കിടക്കുവാണെങ്കിൽ പോലും അവിടെ എന്താണ് നമ്മുടെ സ്ഥാനം മാറുന്നില്ല അല്ലെ. ഒരു ഫാമിലീസ് മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാനം മാറുന്നില്ല. അത്തരത്തിലുള്ള മൊബിലിറ്റിനെയാണ് ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ വെർട്ടിക്കൽ മൊബിലിറ്റി ഉണ്ട്. വെർട്ടിക്കൽ മൊബിലിറ്റി മീൻസ് upward or downward change in the rank of the individual or group. Examples include a promotion of dimension, a change in income, marriage to a person to higher or lower status, a move to be a better and a worse neighborhood. അപ്പൊ അതാണ് വെർട്ടിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ മെത്തേഡ് എന്താണ്? നമ്മുടെ മേളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ഉള്ളതോ ആയ നമ്മുടെ സാമൂഹിക ചലനാത്മകതയാണ് വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അതേ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ നേർരേഖയിലുള്ള ഒരു മാറ്റമായിട്ട് നമുക്ക് പറയാം. ഒന്നെങ്കിൽ ഒരു മാരേജിൽ നിന്ന് നമ്മൾ വേറൊരു മാരേജിലേക്ക്, അത് ഡിവോഴ്സ് ആയ വേറൊരു മാരേജിലേക്ക് കിടക്കുന്ന എന്തിന്റെ അടിസ്ഥാനമാണ്, എന്തിന്റെ ഒരു മൊബിലിറ്റി ആണത്? ഹൊറിസോണ്ടൽ മൊബിലിറ്റിക്ക് ഉദാഹരണമാണ്. കാരണം എന്താണ്? രണ്ട് മാരേജ് ആണ്, നമ്മൾ രണ്ട് വിവാഹിതരാകുന്ന ഒരു അവസ്ഥയാണ്. ഒരു വിവാഹത്തിൽ നിന്ന് നമ്മൾ മാറി മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കുന്നു. അപ്പൊ അതെന്താണ്? ഹൊറിസോണ്ടൽ ലെവലിലുള്ള മൊബിലിറ്റി ആണ്. പക്ഷെ വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒന്നെങ്കിൽ ലോവർ നിലയിലേക്കോ അല്ലെങ്കിൽ അപ്പർ നിലയിലേക്കോ നമുക്കുള്ള മാറ്റത്തെയാണ് ഇത്തരത്തിലുള്ള വെർട്ടിക്കൽ മൊബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെക്കാൾ ഉയർന്ന നിലയിലുള്ള ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെക്കാൾ താഴ്ന്ന നിലയിലുള്ള ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നതോ വെർട്ടിക്കൽ മൊബിലിറ്റിക്ക് ഉദാഹരണമാകാം. കാരണം എന്താണ്? നമ്മുടെ ഈ ഹൊറിസോണ്ടൽ മൊബിലിറ്റി പോലെ നമ്മുടെ അവസ്ഥയിലുള്ള സെയിം സ്റ്റാറ്റസ് ഉള്ള ആളുകളെ അല്ല നമ്മൾ വിവാഹം കഴിക്കുന്നത്. മറിച്ച് നമ്മളെക്കാൾ ഉയർന്നതോ അല്ലെങ്കിൽ താഴെയുള്ള ആളെ വിവാഹം കഴിക്കുമ്പോൾ അവിടെ ആ ഒരു മാറ്റം ഉണ്ടാവും അല്ലെ. നമ്മൾ ഉയരുകയോ താഴുകയോ ചെയ്യും. അപ്പൊ അതിനാണ് വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മുടെ ഇൻകം കൂടുകയാണെങ്കിൽ, അത് ഇൻകം കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ അത് വെർട്ടിക്കൽ മൊബിലിറ്റിയുടെ ഭാഗമാണ്. നമുക്കിപ്പോൾ 10,000 രൂപ സാലറി ഉണ്ടെങ്കിൽ അത് 20,000 രൂപയാണെങ്കിൽ എന്താണ് മുകളിലേക്കുള്ള ഒരു നമ്മൾ മുകളിലെത്തും അല്ലെ. നമ്മുടെ സാലറി കൂടുമ്പോൾ നമ്മുടെ ജീവിതശൈലി കൂടും, അപ്പൊ നമ്മൾ മുകളിലാവും. അതുപോലെ തന്നെ 10,000 രൂപ 8,000 രൂപ ആകുമ്പോൾ എന്താണ് നമ്മുടെ നില താഴുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഇത്തരം വെർട്ടിക്കൽ മൊബിലിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. മനസ്സിലായല്ലോ അല്ലെ. ഇനി ഫോംസ് ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 തരമാണ്. ഷിഫ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ ലോവർ ലെവൽ ടു ആൻ എക്സിസ്റ്റിംഗ് ഹയർ വൺ, അതാണ് കോണ്ടെക്സ്റ്റ് മൊബിലിറ്റി എന്ന് പറയുന്നത്. This is an open context as aspiring get the elite status as the prize. Turner used the term elite to mean high class category. The context mobility ഉണ്ട്, അതുപോലെ തന്നെ സ്പോൺസേർഡ് മൊബിലിറ്റി ഉണ്ട് കേട്ടോ. കോണ്ടെക്സ്റ്റ് മൊബിലിറ്റിയും സ്പോൺസേർഡ് മൊബിലിറ്റിയും ആണ് ഫോംസ് ഓഫ് മൊബിലിറ്റിയുടെ രണ്ട് ബൈ പാർട്സ്. ഓക്കെ, സബ് ഹെഡിങ്സ് ആയിട്ട് വരുന്നത് കോണ്ടെക്സ്റ്റ് മൊബിലിറ്റിയും അതുപോലെ തന്നെ സ്പോൺസേർഡ് മൊബിലിറ്റി ആണ്. അപ്പൊ അതും രണ്ടും പ്രധാനമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളാം. ഫോംസ് ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് മൊബിലിറ്റി ഉണ്ട്, CONTEST MOBILITY, അതുപോലെ തന്നെ സ്പോൺസേർഡ് SPONSORED MOBILITY, സ്പോൺസേർഡ് മൊബിലിറ്റി. ആ രണ്ട് രീതിയിലുള്ള തരതിരിവുകളും കൂടെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഇപ്പൊ നമ്മൾ ജെൻഡർ ഇനീക്വാളിറ്റീസും അതുപോലെ തന്നെ സോഷ്യൽ മൊബിലിറ്റിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ കുറച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ ജസ്റ്റ് അതൊന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് പോരണം. എങ്കിലേ നമുക്ക് അടുത്ത ക്ലാസ് കൂടുതൽ ഫലപ്രദമായിട്ട് കൂടാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ? ഡൗട്ട് ഇല്ലെങ്കിൽ എല്ലാം ക്ലിയർ ആയെങ്കിൽ ഒന്ന് തമ്മിടാവോ? ഓക്കെ ഇടാവോ? ഓക്കെ, ഓക്കെ ഇടാവോ? ഓക്കെ, ശരി എന്നാ. ഓക്കെ എന്ന് പറഞ്ഞു, ഡൗട്ട് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് സോഷ്യൽ മൊബിലിറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു.